പിന്നീട് ചന്ദ്രൻ നീക്കി നാഴിക വിനാഴിക പറയുമ്പോഴത്തേക്കും അത് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാൽക്കുലേഷൻസ് എല്ലാം വരുന്നത് ഡിഗ്രിയിലാണ്. പക്ഷേ പണ്ടൊക്കെ നാഴിക വിനാഴികയിലാണ്. ഞാൻ അതിന് വേണ്ടി ഒരു ലിങ്ക് അയച്ചു തരാം. ഇത്ര ഡിഗ്രി ഇത്ര നാഴിക എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു കൺവേർട്ട് ചെയ്യാൻ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. ആ കാൽക്കുലേറ്റർ വെച്ച് അതെ 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 കലണ്ടറിൽ അത് കറക്റ്റ് ആയിരിക്കത്തില്ല. അത് നമ്മൾ വ്യത്യാസമുണ്ട്. ആ കൃത്യ സമയം നമ്മൾ ആ സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ ആ കൊടുത്തു കഴിയുമ്പോഴത്തേക്കേ കറക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ സോഫ്റ്റ്വെയർ കാൽക്കുലേഷനിലും കണ്ടിരിക്കുന്നത് ഡേറ്റ് നമ്മുടെ മലയാളം ഡേറ്റ് അല്ല, ഇംഗ്ലീഷ് ടൈമും ഡേറ്റും ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരും. പക്ഷേ പണ്ടുള്ള നമ്മുടെ ജാതകങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്ര നാഴിക ഇത്ര വിനാഴിക എന്നൊക്കെയുള്ള ഒരു കാൽക്കുലേഷനിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു എക്സാമ്പിൾ നമുക്കെടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത ദിവസം ഒരു പഴയ ജാതകം എടുത്തിട്ട് നമുക്കത് നോക്കാം. സാധാരണ രീതിയിൽ ഇപ്പോൾ ജാതകത്തിൽ പറയുന്നത് രാവിലെ ജനിച്ചതെങ്കിൽ ഉദയാൽപരം ഇത്ര നാഴിക ഇത്ര വിനാഴിക ചെന്നപ്പോൾ എന്നും പറഞ്ഞാണ് പറയുന്നത്. അപ്പോൾ അതിന് നാഴിക വിനാഴിക നമുക്ക് നമ്മുടെ സാധാരണ ക്ലോക്കായിട്ട് ആദ്യം കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതിനുള്ള കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. ഫോണിലൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു രാത്രിയിലാണെങ്കിൽ അങ്ങനെ വേറെ അസ്തമാനാൽപരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജാതകം വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ പഴയ ജാതകം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം അതിനെ ഇംഗ്ലീഷ് ഡേറ്റിലേക്ക് അല്ലെങ്കിൽ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്കത് ഗ്രഹനില എടുക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രായോഗികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്കത് അടുത്ത ദിവസം നമുക്കത് ചെയ്യാം, എക്സാമ്പിൾ എടുത്ത്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ നക്ഷത്രപാദം വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് 13.3 ഡിഗ്രിയേ ഉള്ളൂ. പിന്നീട് ആ നക്ഷത്രത്തിൻ്റെ ടൈമിനെ 4 ഡിവൈഡ് ചെയ്ത് 4 പാദങ്ങളായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ആ ചാർട്ട് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രൂപ്പിലേക്ക് ഞാനത് ചാർട്ട് ഇട്ട് തരാം. ഇനിയൊരു എക്സാമ്പിൾ നമുക്കിവിടെ എടുത്തു നോക്കാം. ഇതിൻ്റെ അകത്ത് ഏതാണ് നക്ഷത്രം എന്നും എത്രാമത്തെ നക്ഷത്രപാദമാണെന്നും നമുക്ക് കണ്ടുപിടിക്കണം. നക്ഷത്രപാദം എന്ന് പറയുന്നത് ഒന്നുകിൽ അത് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 4 പാദങ്ങളേ ഉള്ളൂ ഓരോ നക്ഷത്രത്തിനും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ചന്ദ്രൻ നിൽക്കുന്നത് 339 ഡിഗ്രിയിലാണ്. 339 ഡിഗ്രിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ചന്ദ്രൻ ഏത് രാശിയിലായിരിക്കും? നമുക്ക് ആ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ 339 അത് തന്നെ 331 എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടെ പറയാം. 339 എന്ന് പറയുമ്പോൾ നമുക്കിവിടെയാണ് 330 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കുംഭത്തിന് മുകളിൽ കുംഭം തീരുമ്പോൾ കുംഭം കൂറ് അല്ലെങ്കിൽ കുംഭം രാശി കഴിയുമ്പോൾ 330 339 എന്ന് പറയുമ്പോഴത്തേക്കും മീനൻ രാശിക്കകത്ത് കയറിയിട്ട് 9 ഡിഗ്രിയും കൂടെ പോകണം മുമ്പോട്ട്. ശരിയല്ലേ? മീനൻ രാശിയിൽ
മീനൻ രാശിക്കകത്ത് കയറിയിട്ട് 9 ഡിഗ്രി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ ഏത് നക്ഷത്രമൊക്കെ മീനൻ രാശിയാണെങ്കിൽ നമ്മുടെ ചാർട്ട് പിന്നെ ഒന്നുകൂടെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും. ഏതാണ് മീനൻ രാശി മീനക്കൂറിലേക്കാകുന്നത് കൊണ്ട് ഒന്നുകിൽ അത് പൂരിട്ടാതിയാവും, ഉത്രട്ടാതിയാകാം, രേവതിയാകാം. ഇതിലേതെങ്കിലും ഒരു നക്ഷത്രമായിരിക്കും. ഇനി ഏത് നക്ഷത്രമാണെന്ന് നമുക്ക് ഒന്ന് കൺഫേം ചെയ്യാം. അപ്പം അതിനുവേണ്ടി എത്രയാണ് 339 ഡിഗ്രിയാണ്. 339 ഡിഗ്രിയിൽ ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. പൂരിട്ടാതി 1/4 ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? പൂരിട്ടാതി മൊത്തം 4 പാദങ്ങളുണ്ട്. അതിലൊരു പാദം അതാണ് പൂരിട്ടാതി 4. അതായത് തൊട്ട് മുമ്പുള്ള കുംഭത്തിൽ പൂരിട്ടാതി 3 പാദങ്ങൾ കഴിഞ്ഞു. മൊത്തം 4 പാദങ്ങളിലുള്ളതിൽ, അതായത് എല്ലാ നക്ഷത്രത്തിലും 4 പാദങ്ങളുണ്ട്. അതിൽ 3 പാദങ്ങൾ കുംഭത്തിൽ കഴിഞ്ഞുപോയി. പിന്നീടുള്ള ഒരു പാദമാണ് അത് മീനത്തിലുള്ളത്. അപ്പോൾ ഒരു പാദം എത്ര എന്ന് പറഞ്ഞു? ഒരു പാദത്തിന് എത്ര ഡിഗ്രി ഉണ്ട്? നമ്മളിവിടെ എഴുതിയിട്ടുണ്ടാവും. 13.3 എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. ഒരു നക്ഷത്രം മൊത്തം ഉള്ളതാണ് 13.3 വരുന്നത്. അതെ, അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.3 അല്ലേ? ഒരു പാദം എന്ന് പറയുമ്പോൾ 3.3 ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയുണ്ട്? ഈ പറഞ്ഞ 339 ഈ പറഞ്ഞ ചന്ദ്രൻ്റെ ഡിഗ്രി പറഞ്ഞേക്കുന്നത് 339. അപ്പോൾ ഒരു പാദം എന്ന് നമുക്ക് ഓരോ പാദം വെച്ച് നോക്കാം. ഓരോ പാദം എന്ന് പറയുന്നത് 3.3 ആണ്. അപ്പോൾ നമ്മളിവിടെ 339 ആണല്ലോ. 339 നമുക്ക് കിട്ടണം. അപ്പോൾ 300 ഡിഗ്രിയാണ് ഏത് ആ ഒരു മീനക്കൂറിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാദം കഴിയുമ്പോൾ എത്രയാവും? 300 പ്ലസ് 3.33. അപ്പോൾ എത്രയും 303 അപ്പോൾ ഒരു പാദം ചെന്ന് കഴിയുമ്പോൾ അതായി. അപ്പോൾ പൂരിട്ടാതി ആണ് 303 ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 300 മുതൽ അല്ലെങ്കിൽ 301 മുതൽ 333 വരെ ആയിരുന്നെങ്കിൽ ഏതാണ്? പൂരിട്ടാതി നക്ഷത്രമായ പൂരിട്ടാതി ഈ 4ാമത്തെ പാദമായിരുന്നേനെ. പക്ഷേ നമുക്ക് ഇവിടെ എത്രയാണ് ഡിഗ്രി? 309. അപ്പോൾ ഇനി നമുക്ക് ഓരോ അടുത്ത പാദത്തിലേക്ക് പോവാം. 3.3 ഇപ്പോൾ എത്രയായി? 2ാമത്തെ പാദത്തിലേക്ക് നമ്മൾ കയറി, അല്ലെങ്കിൽ ആ മീനക്കൂറിൻ്റെ അകത്തുള്ള 2ാമത്തെ പാദത്തിൽ നമ്മൾ കയറി. അപ്പോൾ എത്രയും? അതെ, 330. സോറി, എഴുതി തെറ്റിപ്പോയി. സോറി, 330. അതെ, 330 കുംഭൻ രാശി. അപ്പോൾ 330 പ്ലസ് 3.33 1ാമത്തെ പാദമായി. പക്ഷെ നമ്മൾ 339 നക്ഷത്രം ചന്ദ്രൻ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ 1ാമത്തെ പാദം അല്ല, ഇനി മുമ്പോട്ട് പോകണം. 3.33 അപ്പോൾ 3.36 ആയി. 2ാമത്തെ പാദത്തിലായി. 3.33 3ാമത്തെ പാദത്തിലായപ്പോൾ എവിടായി?
339 കഴിയാൻ പോവാം, അല്ലെങ്കിൽ 330 ജസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ പാദമായിരിക്കും ഇവിടെ വരുന്നത്, ഈ 339 വരുന്നത്. അല്ലെങ്കിൽ 336-നും 339 അല്ലെങ്കിൽ 340 എന്ന് പറയുന്നത് നമുക്ക്. അതായത് ഇപ്പോഴത്തെ പാദം, ഇപ്പം നമ്മൾ നിൽക്കുന്ന പാദം അല്ലെങ്കിൽ മൂന്നാമത്തെ പാദം എന്ന് പറയുന്നത് എവിടെയാണ്? 336 മുതൽ 340 വരെയുള്ള അളവാണ്. ശരിയല്ലേ? അപ്പോൾ മൂന്നാമത്തെ പാദത്തിലായിരിക്കും, അല്ലെങ്കിൽ മീനക്കൂറിൻ്റെ മൂന്നാമത്തെ പാദത്തിലായിരിക്കും ഈ ജാതകൻ്റെ നാളും പാദവും നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ പാദം പൂരിട്ടാതി പോയി, പൂരിട്ടാതി തീർന്നു ആദ്യത്തെ പാദം എടുത്തപ്പോൾ. രണ്ടാമത്തെ പാദത്തിലേക്ക് കയറിയപ്പോൾ ഉത്രട്ടാതിയുടെ ഒന്നാമത്തെ പാദത്തിൽ കയറി, അതുമല്ല. അപ്പോൾ 336 ആയുള്ളൂ. 339 എന്ന് പറയുമ്പോൾ ഉത്രട്ടാതിയുടെ രണ്ടാമത്തെ പാദം. മനസ്സിലായോ? അതായത് മൂന്നാമത്തെ പാദം എടുത്തപ്പോൾ എന്താണ്, മൂന്നാമത്തെ പാദം എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? അതിൻ്റെ റേഞ്ച് 336 മുതൽ 340 വരെയാണ്. 300. അപ്പോൾ ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നത് 339-ലാണ്. അപ്പോൾ ഈ പറഞ്ഞ ഉത്രട്ടാതിയുടെ രണ്ടാമത്തെ പാദമായപ്പോഴാണ് ചന്ദ്രൻ്റെ പൊസിഷൻ നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന ഡിഗ്രി നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജാതകൻ എന്ന് പറയുന്നത് ഉത്രട്ടാതി രണ്ടാം പാദം ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഒരുപാട് തല പുകയ്ക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ജ്യോതിഷം പഠിക്കാൻ നമ്മൾ ഇറങ്ങി തിരിച്ചത്. അതിന് മറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഡേറ്റും ടൈമും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഏത് നക്ഷത്രമാണ്, ഏത് പാദമാണ്, അതിൻ്റെ ഗ്രഹനില കംപ്ലീറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ അടയാളപ്പെടുത്തിയേക്കുന്ന പോലെ നമുക്ക് ഓൺലൈൻ കിട്ടും. അത് നമുക്ക് അടുത്ത ദിവസത്തിൽ അത് എടുക്കാൻ പറ്റുന്നു. ഫോർ എക്സാമ്പിൾ എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും അതിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തത്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, ഒരു ജസ്റ്റ് എക്സാമ്പിൾ എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് ഏത് പാദമാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.